പേഴ്സ് ആണോ രണ്ടുപേരും? അല്ല ഞങ്ങള് ബെസ്റ്റീസാ. സീരിയസ്ലി കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇതില് ബെസ്റ്റീസ് ആയി. എന്താ ഉദ്ദേശം? ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. കാണുന്ന നിങ്ങൾക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തെറ്റല്ല. സിനിമ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ വാല്യൂ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ അതിന് വേണ്ട വാല്യൂ കൊടുത്തിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ് ഓക്കെ എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ പേഴ്സ് ആണോ രണ്ടുപേരും? അല്ല ഞങ്ങൾ ബെസ്റ്റീസാ, ഫ്രണ്ട്സാ. സീരിയസ്ലി പണ്ട് ഒന്നിച്ച് പഠിച്ച്, പക്ഷേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും, ദുഃഖമാണെങ്കിലും കൊനഷ്ടാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം വന്ന് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയും. അപ്പൻ എൻ്റെ അടുത്ത് ഇത്രയും അടുപ്പമുള്ളത് കൊണ്ട് തന്നെ മകനും ഈ ഫാമിലിയായിട്ട് വളരെ അടുപ്പവും ഒരു സുഹൃത്തിനെ പോലെ ഒരു അമ്മയെ പോലെയൊക്കെ കാണുന്ന ഒരു മകനും ആണ്. അപ്പം ഇതൊരു ബോണ്ടിങ് ആയിട്ടുള്ളൊരു ഫാമിലി. ഈ ഉപദേശം കേട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സർ? നല്ല രീതിയിൽ തന്നെ പോയോ? അതോ പല എൻ്റെ ഉപദേശങ്ങളും കാരണമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കുഴിച്ചാടും. ആണല്ലേ? കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഭാര്യയും ഭർത്താവുമായിരുന്നു. ഇതില് ബെസ്റ്റീസ് ആയി. എന്താ ഉദ്ദേശം? ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. കാണുന്ന നിങ്ങൾക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തെറ്റല്ല. എങ്ങനെയുണ്ട് മഞ്ജു ചേച്ചി ആസ് എ ബെസ്റ്റി, ആസ് എ ഭാര്യ? എന്താ സാറിന് തോന്നുന്നത്? ഏതാ ഏറ്റവും ബെറ്റർ? മഞ്ജു നല്ല ആർട്ടിസ്റ്റ്. അല്ല ഞാൻ എന്നാ പറയുന്നത്, ചേട്ടാ വിവാഹപരമായ ഒരു ഉത്തരമാണ് ഒരു ഉദ്ദേശം. ഒരു വിവാദവും എന്നെ 60ാമത്തെ വയസ്സിലെ വിവാദം. എടോ ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ പറഞ്ഞത് ഞാനൊരു നല്ല ആർട്ടിസ്റ്റായിട്ട്, ഒരു ബെസ്റ്റിയായിട്ടും ഒരു ഭാര്യയായിട്ടും ഒരു സിസ്റ്ററായിട്ടും ഒരു അമ്മയായിട്ടും വരെ നന്നായിട്ട് ഞങ്ങള് പെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് മഞ്ജുവിനോടൊക്കെ അഭിനയിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും ഇത്രയും വലിയൊരു അഭിനേത്രിയോട് അഭിനയിക്കാൻ നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ചുമ്മാ അല്ല, ഞാൻ അഭിനയിക്കുമ്പോ ഒരു വലിയൊരു കാരണം എനിക്ക് ഭയം തോന്നും. അതെ, ദൈവമേ ഇവര് അടുത്ത എക്സ്പ്രഷൻ എന്തായിരിക്കും. അതായത് ഒരു പുതിയ ക്രിക്കറ്റർ നമ്മുടെ ഒരു മാർക്കറ്റ് മാർഷലിന്റെ ബോൾ ഫേസ് ചെയ്യുന്ന അതേപോലെയാണ്. അല്ല ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മളും അതനുസരിച്ച് നന്നാവും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടായ്മകളിലെ സീനിലാണെങ്കിലും ഇപ്പോൾ രഞ്ജിത്താണെങ്കിലും ഞാനൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല രസകരമായി ലൈവായിട്ടുള്ള സീൻസ്. അതൊക്കെ കാരണം ഇപ്പോൾ മഞ്ജു, ഇന്ദ്രൻ സേട്ടൻ നല്ല ഒരു പ്രസൻസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കും തോന്നുമല്ലോ കട്ടയ്ക്ക് നിൽക്കണം എന്ന് തോന്നുന്ന ആ ഒരു മത്സരം നമുക്ക് തോന്നിപ്പിക്കുന്ന അങ്ങനെ ഒരു ബഹുമാനം തോന്നുന്ന ആർട്ടിസ്റ്റാണ്. ഇനി കൊച്ചെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ബാക്കിലോട്ട് വരാം. ഓക്കെ, അടുത്ത സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്. എന്താണ് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് നമ്മൾ നല്ലൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ഓഡിയൻസ് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.